എവിടെ വേറെ ശ്രദ്ധിക്കണമെന്ന് അറിയാം. ഒരു ആംബുലൻസിൽ ഡ്രൈവർ പോകുമ്പോൾ അല്ലേ എത്ര കണ്ണുകൾ വേണം അവിടെ ഇവിടെ നോക്കി എല്ലാവരെ ശ്രദ്ധിക്കണം വണ്ടി ഓടിക്കാൻ. വേറെ എമർജൻസിക്ക് ഹോസ്പിറ്റലിലെ സിജി ചേട്ടനാണ് വണ്ടി ഓടിക്കുന്നത് കേട്ടോ. ശരിക്കും ഒരാളുടെ ജീവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ആംബുലൻസ് ഡ്രൈവേഴ്സൊക്കെ എന്തോരം കഷ്ടപ്പെടുന്നുണ്ട് നമുക്ക് ഈ വണ്ടി ഓടിക്കുമ്പോൾ അറിയാൻ പറ്റും. കാരണം അവർ എന്താണെന്ന് വെച്ചാൽ അതെല്ലായിടത്തും ശ്രദ്ധിക്കണം. വണ്ടിയിൽ റോട്ടിൽ കൂടി പോകുന്ന ആളുകൾ ശ്രദ്ധിക്കണം, വണ്ടിയിലെ ഉള്ളിലെ പേഷ്യൻറ്റ് ശ്രദ്ധിക്കണം, ഓപ്പോസിറ്റിൽ നിന്ന് വരുന്ന വണ്ടികൾ, റോട്ടിൽ വണ്ടി ഓടിച്ച് പോകുന്ന വണ്ടികൾ എല്ലാം. കാർമൽ ഹോസ്പിറ്റലിൽ ഒരു ഹാർട്ട് പേഷ്യൻറ്റിനെ പഴങ്ങാട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതാണ് കേട്ടോ. രണ്ടാമത്തെ അലാറം ഇട്ടു, അല്ലാന്നുണ്ടെങ്കിൽ തിരക്കിനുള്ളിൽ പോകാൻ പറ്റില്ല. ചവിട്ടി എടുക്കണമെങ്കിൽ പക്ഷെ ഒരുപാട് പേര് വണ്ടിയൊക്കെ മാറ്റി തരുന്നുണ്ട് കേട്ടോ. ആംബുലൻസിൻ്റെ സൗണ്ട് സെറ്റിങ്സ് ഒക്കെ ചെയ്തും സൗണ്ട് ഇടുന്നുണ്ട്. ശരിക്കും ആംബുലൻസ് ഓടിക്കുന്നവരെ ഭയങ്കര സംഭവിക്കുന്നത്. കാരണം ഭയങ്കര ശ്രദ്ധ വേണം വണ്ടി ഓടിക്കുന്നത്. കാരണം നമ്മൾ നോർമലി വണ്ടി ഓടിക്കുന്നത് ഒരുപാട് ശ്രദ്ധ വേണം. ഞാൻ തന്നെ ഇവിടെ ശ്രദ്ധിച്ചിട്ടാണ് ഓടിക്കുന്നത്. കാരണം സത്യം പറഞ്ഞ പേടിയാണ്. പക്ഷെ പുള്ളിയിലൊക്കെ നമുക്ക് നല്ല വിശ്വാസമുണ്ട്. കാരണം അത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉള്ള പുള്ളിയാണ്. നല്ല ബ്ലോക്കായിരുന്നു. ഈ സമയത്ത് ഈ ഡ്രൈവേഴ്സ് അനുഭവിക്കുന്ന ടെൻഷൻ ഉണ്ടല്ലോ. കാരണം എങ്ങനെയെങ്കിലും ജീവിതം എത്തിക്കാനല്ലേ നോക്കുള്ളൂ. ഒരു വണ്ടി വന്നെങ്കിൽ
ചെയ്തു ആളുകളൊക്കെ ഈ വണ്ടി മാറ്റി ഇൻഡിക്കേറ്റർ കൂടി യൂസ് ചെയ്യുന്നത് പോലെ ആംബുലൻസ് വരുമ്പോഴും കൂടി ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാറില്ല. അങ്ങനെ ഇടില്ല. ജീവൻ എന്തോരം വിലയുണ്ടെന്ന് ഒരു ആംബുലൻസ് ഡ്രൈവറിനോട് ചോദിച്ച് മനസ്സിലാവും. കാരണം അവർ കൊണ്ടുപോകുന്ന പോലെ ഇതുവരെ വേറെ ആരും ഈ വിഷ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നത് വളരെ കുറവാണ്. രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരുപാട് വരുന്നുണ്ട്. പക്ഷേ ആംബുലൻസ് ഡ്രൈവേഴ്സ് എപ്പോഴും ഒരു ജീവനെങ്കിലും രക്ഷിക്കണം. സ്വന്തം കയ്യിലുള്ള ജീവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുമെന്ന് വിചാരിച്ചിട്ടാണ് അവർ വണ്ടി ഓടിക്കുന്നത്. അത് സ്വന്തം ജീവൻ പോയിട്ടാണെങ്കിലും സമരട്ടൻ ഹോസ്പിറ്റലിൽ എത്തി പഴങ്ങാടത്ത. മുകളിലൊന്നും കാണിക്കാനുള്ള പേഷ്യൻ്റ് പോകുന്നതാണ് കാണുന്നത് കേട്ടോ. ഹാർട്ട് പേഷ്യൻ്റാണ്. അപ്പോൾ എമർജൻസി ആയിട്ട് പഴങ്ങാട് സമരട്ടൻ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് കാർമൽ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ പഴങ്ങാട് ഹോസ്പിറ്റലിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരാളായത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. സത്യമായി ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചാൽ കുറേ ആംബുലൻസ് ഡ്രൈവർ വലിയൊരു ആംബുലൻസ് ഡ്രൈവർ ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഒരു ജീവൻ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് സിജിച്ചേട്ടനാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ സിജിച്ചേട്ടനെ വരുമ്പോൾ ചോദിക്കാം എങ്ങനെയാണ് ഒരു ഹോസ്പിറ്റൽ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ചോദിക്കാം ഒരാൾ
ജീവൻ രക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ ജീവൻ രക്ഷിക്കാനായിട്ടുള്ള നെട്ടോട്ടത്തിൽ എങ്ങനെയാണുള്ളത് നമുക്ക് സീച്ചേട്ടൻ വരുമ്പോഴാണ് സീച്ചേട്ടൻ അങ്ങോട്ട് പോയേക്കൊണ്ട് ഇതാണ് കേട്ടോ. അപ്പൊ ഞാൻ സീച്ചേട്ടനോട് ഇത് ഹോസ്പിറ്റലിൽ തിരിച്ചു വന്നിട്ട് അപ്പൊ സീച്ചേട്ടനോട് ഞാൻ ചോദിക്കുന്നത് സീച്ചേട്ടൻ വയ്ക്കുന്ന നാളെ വേണോന്നൊക്കെ. അപ്പൊ എന്തായാലും സീച്ചേട്ടനോട് 2-3 കാര്യങ്ങൾ ചെറുതായിട്ടുള്ള 2-3 അത്യാവശ്യം നമ്മൾ ചോദിക്കുന്നത് 2-3 കാര്യങ്ങൾ ചോദിച്ചിട്ട് അങ്ങനെ കണ്ടിരിക്കട്ടോ. അപ്പൊ ചേട്ടൻ്റെ പേര് സിജു എന്നാണ്. ഇവിടെ 3 ഡ്രൈവേഴ്സ് ഉണ്ട് കാർമൽ ഹോസ്പിറ്റലിൽ. പറഞ്ഞ സുധീഷ് ചേട്ടൻ, പറഞ്ഞ ജെയിംസ് ചേട്ടൻ. നേരത്തെ വന്ന വഴിക്ക് നിങ്ങൾ കണ്ടില്ലേ സീച്ചേട്ടൻ പറഞ്ഞത് ജെയിംസ് തോണ്ടെന്ന് പറഞ്ഞില്ല സീച്ചേട്ടൻ എത്ര ആളെ ഇവിടെ വർക്ക് ചെയ്യണം? 9 വർഷമായി വർക്ക് ചെയ്യണം. ഈ ഇത്ര ആള് വർക്ക് ചെയ്തതിൽ എന്താ ഞാൻ പറയുന്നത്, ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു എമർജൻസി ആയിട്ട് ഒരാളെ ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ ചേട്ടൻ്റെ മനസ്സിൽ എന്താണ് തോന്നുന്നത്? ഒരു ആംബുലൻസ് ഡ്രൈവർ എന്ന നിലയിൽ നമ്മൾ ഒരു പേഷ്യന്റിനെ കയറ്റി വണ്ടിയിൽ കയറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ചെല്ലണ ഹോസ്പിറ്റലിലാണ് നമുക്ക് ലക്ഷ്യം. അതിനിടയിൽ നമുക്ക് വേറെ യാതൊരു ഇതുമില്ല. എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കാന്നുള്ളൊരിതാണ്. ചേട്ടത് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഈ ജോലി ഏറ്റെടുക്കുന്നത്? അല്ലാതെ ഇതിന് മുമ്പ് വർക്ക് ചെയ്യുന്ന സ്ഥലത്തു നിന്നാണെങ്കിലും ഇപ്പൊ എവിടെ നിന്നാണെങ്കിലും ഇപ്പൊ ഒരു ആംബുലൻസ് ഡ്രൈവർ ഒരുപാട് പേർക്ക് ഭയങ്കര ആഗ്രഹമുള്ള, അല്ലെങ്കിൽ ഒരുപാട് പേര് നോക്കിക്കാണുന്ന ഒരു ഒരു ജോലിയാണ് ആംബുലൻസ് ഡ്രൈവർ എന്നുള്ള, ഒരു ആംബുലൻസ് വഹിക്കുന്നതിന്. അപ്പൊ ചേട്ടന് ഇതിനോടുള്ള ഒരു താല്പര്യം എന്ന് പറയാമോ? ഈ ആംബുലൻസ് ഡ്രൈവർ എന്നുള്ള എന്താണ് ഇതൊരു ജീവൻ രക്ഷിക്കുക എന്നുള്ള ഒരു ഇതോടുകൂടിയിട്ടാണോ ശരിക്കും ഈ ആംബുലൻസ് ഡ്രൈവിലേക്ക് വരുന്നത്? ആദ്യം നമുക്ക് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് തുടങ്ങിയപ്പോ പിന്നെ നമുക്ക് ഭയങ്കര താല്പര്യമായി. കാരണം നമ്മള് ഭയങ്കര എനർജിയാണ് നമുക്ക്. ഇത് ഒരു പേഷ്യന്റ് എടുത്ത് ഇങ്ങനെ പോകുമ്പോൾ ഒരു ഭയങ്കര സന്തോഷവും കാര്യങ്ങളാണ്. കാരണം അവരെ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു ഇത്. അതുകൊണ്ട് നമുക്ക് ഈ ജോലിയോട് ഭയങ്കര താല്പര്യം തോന്നി. ഈ ഇത്ര നാളും ചേട്ടൻ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര നാളും എന്താണ് പറയുക, ഒരു എമർജൻസി സിറ്റുവേഷൻ ചേട്ടന് ഒരുപാട് ബുദ്ധിമുട്ട് ഒരു സ്ഥലം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഭയങ്കര വലിയ എമർജൻസി കേസ് ഏതെങ്കിലും ഒരു കാര്യം പറയാമോ? എവിടെയെങ്കിലും എത്തിച്ചതെന്നുള്ളത്? ഒരുപാട് എത്തിക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ പറയാനായിട്ടോ ഈ കോവിഡൊക്കെ തുടങ്ങിയതിന് ശേഷം നമുക്ക് അങ്ങനെ അത്ര വലിയ കേസുകൾ വന്നില്ല. നേരത്തേക്ക് ഉണ്ടായിരുന്നു, നമുക്ക് ഒരുപാട് എത്തിച്ചിട്ടുണ്ട്. ഒരു ലോങ് എന്ന് പറയാനായിട്ട് ലോങ് അങ്ങനെ വരാറില്ല. ഇവിടുന്ന് കൂടുതൽ എറണാകുളമാണ് കൂടുതൽ അല്ലേ? ഈ ഇതിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ഇപ്പൊ വൈകി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കൊണ്ട് നമുക്ക് അവിടെ എത്താൻ സാധിക്കാതെ അങ്ങനെ വന്നിട്ടില്ല. അപ്പൊ സിജി ചേട്ടനോട് ഞാൻ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കുന്നില്ലാണ്. കാരണം പുള്ളി അങ്ങനെ പറഞ്ഞൊരു പരിചയമില്ല, അല്ലെങ്കിൽ പോലും നമുക്ക് ബുദ്ധിമുട്ടിക്ക് ശരിക്കും ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എടുക്കണോ വേണ്ടെന്ന് ഒരുപാട് പ്രാവശ്യം ആലോചിച്ചു. കാരണം ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഒരു എമർജൻസി ആയിട്ട് നമ്മൾ ഒരാളെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ള, ജീവൻ രക്ഷിക്കുക എന്നുള്ള സമയത്ത് നമ്മൾ വീഡിയോ ഒക്കെ എടുത്താൽ ആ കുടുംബക്കാർക്ക് എന്തല്ല പേഷ്യൻറ്റ് നമ്മളൊരു എന്ത് തോന്നുന്നു അല്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാവുന്നു. ഞാൻ വിചാരിച്ചു എന്താണ് ഇവരൊരു സ്ട്രെയിൻ, ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുമ്പോൾ അവരെടുക്കുന്ന സ്ട്രെയിനും ഒരു മെന്റൽ പ്രഷറൊക്കെ ഉണ്ടാവും. കാരണം ഈ റോഡ് മാർഗം വഴിയാണ് നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഇവരെന്ന് വെച്ചാൽ അവിടെ പല ചിന്ത വരാൻ പാടില്ല. കാരണം അവർക്ക് മെയിൻ എന്ന് പറയുന്നത് ഈ റോഡിലുള്ള ആൾക്കാർ, വണ്ടിയിലുള്ള പേഷ്യന്റ് അവിടെ എത്തിക്കാം, ജീവൻ എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളത്, അത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരു ഡോക്ടറെ സംബന്ധിച്ച് അല്ലെങ്കിൽ നേഴ്സ് സംബന്ധിച്ച്, ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവർക്ക് പേഷ്യന്റ് നോക്കി വിടുക, അല്ലെങ്കിൽ കയ്യിൽ കിട്ടിയാൽ രക്ഷിക്കുക എന്നുള്ളതാണ്. പക്ഷെ ആ പോകുന്ന വഴി ഓൺ ദ റോഡ് നമ്മൾ ഒരു ജീവൻ മറ്റൊരു ഹോസ്പിറ്റലിൽ നിന്ന്, ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് കണ്ടിരുന്നു. പക്ഷെ അതിനകത്ത് എന്ന് വെച്ചാൽ നമ്മൾ അവിടെയും ഇതുപോലെ ആംബുലൻസ് ഡ്രൈവർമാരാണ് ഇതുപോലെ ഒരു ഹോസ്പിറ്റലിൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അത് അവരുടെ ഒരു കടമയാണ്. അവർ എത്തിക്കുക, അത് എത്രയും പെട്ടെന്ന് എത്തിക്കുക, അവരുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുന്നു. അതിന് നമ്മളിപ്പോൾ വന്ന വഴി തന്നെ കണ്ടില്ലേ, നമ്മുടെ റോഡ് മാർഗം വഴി ഒരുപാട് വരുന്ന എല്ലാ മനുഷ്യരും നമ്മളോട് സഹകരിച്ച് വണ്ടി ഒതുക്കി തന്ന് വളരെ ചുരുക്കം മാറ്റാൻ പറ്റാത്തവർ മാത്രമാണ് കുറച്ച് നീക്കി മാറ്റി തന്നാലും അവർ ആംബുലൻസ് സൗണ്ടിലൊക്കെ അവരിന്റെ മനസ്സിലെപ്പോഴാണ് ചിലർ പിതാവിന് പുത്രൻ ചെല്ലുന്നവരെ ഞാൻ കണ്ടു. കാരണം അവരെ കൊണ്ടുപോകുന്ന ജീവൻ രക്ഷപ്പെടട്ടെ എന്നൊരു പ്രാർത്ഥനയോടുകൂടി. അപ്പോൾ ഞാൻ ഈ ചെറിയ വീഡിയോ ആണ്, സത്യം പറഞ്ഞാൽ ഞാനിത് പ്രതീക്ഷിച്ചതല്ല. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ സമയത്ത് പെട്ടെന്ന് ഒരു എമർജൻസി വന്നപ്പോൾ ഞാൻ സീച്ചറിനോട് പറയാൻ വന്നോ, ഒരു കുഴപ്പമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കിലാണ് പേഷ്യൻ്റ് ഇരിക്കുന്നത് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു പോകുന്നതാണ്. അപ്പം ഇത് വേറൊരു രീതിയിൽ വിചാരിക്കണ്ട. അപ്പോൾ എന്തായാലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം. അപ്പോൾ താങ്ക് യു. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു വെരി മച്ച്.